കേരള രാഷ്ട്രീയത്തിൽ കുറച്ചു കാലമായി നിലനിന്നിരുന്ന വലിയൊരു സസ്പെൻസിനാണ് ഇന്ന് വിരാമമായത്. ഇടതുപക്ഷത്തോട് വിട പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച് PV അൻവർ ഒടുവിൽ UDF പാളയത്തിൽ എത്തിയിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്ന അൻവറിന് പറയാൻ ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ: ലക്ഷ്യം പിണറായിസത്തെ താഴെ ഇറക്കുക. ഒരിക്കൽ ഇടതുമുന്നണിയുടെ കരുത്തായിരുന്ന അൻവർ ഇന്ന് അതേ മുന്നണിയുടെ അടിത്തറ ഇളക്കുമെന്നാണ് പ്രഖ്യാപിക്കുന്നത്. പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നതാണ് തന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് അൻവർ പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ മതേതര മുഖം വികൃതമാക്കിയ പിണറായിസത്തിനെതിരെ UDFനോടൊപ്പം ചേർന്ന് പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ മികച്ച വിജയത്തിൽ അദ്ദേഹം ഇപ്പോൾ അഭിമാനം കൊള്ളുകയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾ പോലും പിണറായി വിജയന്റെ തിരക്കഥയാണെന്ന് അദ്ദേഹം ആരോപിക്കുകയാണ്. പിണറായിക്ക് പച്ചയായി പറയാൻ കഴിയാത്തത് വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആഞ്ഞടിക്കുകയാണ്. മലപ്പുറത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തന്നെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്നും പക്ഷേ തീരുമാനം മുന്നണിക്ക് വിട്ടു നൽകുന്നു എന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത്. താൻ ഒരു പോരാളിയാണെന്നും UDFന്റെ വിജയത്തിനായി കേരളത്തിലുടനീളം പ്രചാരണത്തിന് ഇറങ്ങുമെന്നും അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കണ്ടു നോക്കാം. സന്തോഷമുള്ള കാര്യമാണല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ ഉയർത്തിയ പിണറായിസ വിഷയം വളരെ ഗൗരവമായിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ചർച്ച ചെയ്തു. അത് വോട്ടായി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നുകൂടെ ശക്തമായിട്ട് പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് UDFനോടൊപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കുക എന്ന രാഷ്ട്രീയ നിലപാടായിരിക്കും ഉണ്ടാവുക. പ്രധാനമായി UDFന്റെ ഭാഗമാകാൻ ആരൊക്കെ എല്ലാവരും UDFലെ എല്ലാ ഘടകകക്ഷികളും ലീഡേഴ്സും ഒക്കെ യുനാനിമസ് ആയിട്ട് എടുത്തൊരു തീരുമാനമല്ലേ. എല്ലാവരോടും നമുക്കതിൽ നന്ദിയും കടപ്പാടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട TMCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗുമായാണ് ഏറ്റവും കൂടുതൽ അവിടെ സഹകരിക്കുന്നത്. അതെങ്ങനെയാണ് കാണുന്നത്? അല്ല, ലീഗുമായും UDFന്റെ പാർട്ടി എന്ന നിലക്ക് ഈ മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് നമ്മൾ വരണം എന്ന രീതിയിലുള്ള നിലപാട് തുടക്കം മുതലേ ഉണ്ട്. അതുപോലെ തന്നെ പ്രവർത്തകരുമൊക്കെ, കോൺഗ്രസ് പ്രവർത്തകരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടാവുമല്ലോ. ആ കമ്മിറ്റ്മെൻറ്റൊക്കെ ഉയർത്തി മലപ്പുറത്തെ 16 സീറ്റും മലബാറിലെ പരമാവധി സീറ്റും നേടിയെടുക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ മുന്നേറ്റം കേരളത്തിലൊട്ടാകെ ഉണ്ടാകും. അതിൽ മുൻപന്തിയിൽ മലബാറായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇല്ല, അത് 140 മണ്ഡലത്തിൽ മത്സരിക്കണോ വേണ്ടെന്നൊക്കെ UDF ലീഡർഷിപ്പല്ലേ പറയേണ്ടത്. അല്ല നമ്മളൊരു ക്യാമ്പയിനറായി നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കും. അല്ല, മത്സരം ഇപ്പോൾ 140 മണ്ഡലങ്ങളിൽ എവിടെയാണോ UDF ലീഡർഷിപ്പ് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ എവിടെ മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശമൊക്കെ UDFന്റെ ഒരു പ്രചാരണം അല്ല, വെള്ളാപ്പള്ളിക്ക് സത്യത്തിൽ നല്ലൊരു പൂമാല കൊണ്ട് കൊടുക്കണം UDF ലീഡേഴ്സ്. ഈ തെരഞ്ഞെടുപ്പിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ ആ സൗകര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം തന്നെയാണ്. പിണറായിക്ക് നേർക്ക് നേരെ പറയാൻ കേരളത്തിലെ ജനങ്ങളോട് കഴിയാത്ത പച്ചവർഗീയത പിണറായിയെ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ഈ പറയുന്ന SNDP യോഗം ചെയർമാൻ എന്ന് പറയുന്ന വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിച്ചതാണ്. അതൊരിക്കലും ഒരാളും അതൊരു വെള്ളാപ്പള്ളിയുടെ നാവായിട്ടോ വാക്കായിട്ടോ അത് കേരളത്തിലെ പൊതുസമൂഹം അത് കാണുന്നില്ല. അത് പിണറായിയുടെ വാക്കായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായത്. മറ്റൊരു കാര്യം, ഇപ്പം താങ്കൾ ഇതിനു മുമ്പ് UDFന്റെ ഭാഗമാകുന്നുള്ള ചർച്ചകൾ വന്നപ്പോൾ ചില കോൺഗ്രസ് നേതാക്കളടക്കം അതിൽ അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ള ആളുകളുണ്ട്. അവരുമായി ഇനി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അല്ല, തൃപ്തി അതൃപ്തി ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് എന്തൊക്കെ എല്ലാം നമ്മൾ തൃപ്തരാണ് അല്ലല്ലോ. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടൊരു സമൂഹത്തിൽ ഉണ്ടാവുന്നത്. അതിനൊക്കെ ആ രീതിയിൽ കണ്ടാൽ മതി. UDF ലീഡർഷിപ്പ് പറഞ്ഞാൽ എവിടെയും മത്സരിക്കും. അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനറായിട്ടോ ഒരു പ്രവർത്തകനായിട്ടോ UDFന്റെ കൂടെ ഉണ്ടാവും. പിണറായിസത്തെ താഴെ ഇറക്കുക, കേരളത്തെ രക്ഷിക്കുക. കേരളത്തിനുണ്ടായിരുന്ന ഒരു പൊതുമുഖം എന്ന് പറയുന്നത് ഒരു മതേതര മുഖമാണ്. ആ മുഖം വികൃതമാക്കിയെന്ന് മാത്രമല്ല, ഈ സമൂഹത്തെ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാനുള്ള പച്ചയായ നിലപാട് പിണറായി എന്ന് സ്വീകരിച്ചു തുടങ്ങിയോ അന്ന് തുടങ്ങി LDFന്റെ അടിത്തറ ഇളകാൻ.